ചേട്ടാ നമസ്കാരം. നമസ്കാരം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച ചീറ്റിപ്പോയില്ല. നമ്മളത് ഇന്നലെ വാർത്തയാക്കിയായിരുന്നു. ഇസ്താംബുളിൽ വെച്ചാണ് നടന്നത്. തുർക്കി മധ്യസ്ഥത വഹിച്ചു. ഇന്ത്യയാണ് നമ്മുടെ ശത്രു, നമ്മൾ രണ്ടുപേരും ഒരു മതമാണ്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം, ഒരു മത ലയനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത് ഓട്ടിച്ചിട്ടടിക്കും എന്നാണ് പാകിസ്ഥാന്. ഇന്ത്യയുടെ അതിർത്തി വരെയെങ്കിലും ഓട്ടിച്ചിട്ടടിക്കും എന്നാണ് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ എന്നതിൽ കലിപൂണ്ട് ഇന്ത്യക്കെതിരെ 5-6 ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയാണ് ഇവരുടെ പിന്നിൽ എന്നുള്ളത്. പക്ഷെ പാകിസ്ഥാൻ ചൈനയ്ക്കെതിരെ ഒന്നും പറയില്ല കേട്ടോ. ചൈനയും ഇന്ത്യയെ പോലെ ശക്തമായി അവരുടെ പിന്നിലുണ്ട്. ഇന്ത്യയെ പോലെ എന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യയാണ് ഇവരുടെ പിന്നിൽ എന്ന് പാകിസ്ഥാൻ പറഞ്ഞത് വെച്ചിട്ടാണ്. പക്ഷെ ചൈന ഇവരുടെ പിന്നിലുണ്ടെന്ന് തെളിവ് സഹിതം പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചൈനയുടെ FPV ഡ്രോൺസ് ഒക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഇവർ അടിക്കുന്നുണ്ട്. അതിന്റെ തെളിവൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചൈനയ്ക്കെതിരെ പാകിസ്ഥാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ഇപ്പോ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവിടെ പാകിസ്ഥാനിൽ ഈ പശ്ചിമ പഞ്ചാബിലെ ഒരു സ്ഥലത്ത് ഈ ബലൂച്ച്, സിന്ധ്, ആസാദ് കശ്മീർ എന്നിവിടങ്ങളിലെ നേതാക്കൾ ഒത്തുചേർന്നിരിക്കുകയാണ്. പശ്ചിമ പഞ്ചാബിലെ പഞ്ചാബികളുടെ ഭരണത്തിൽ നിന്ന് തങ്ങളുടെ പ്രവിശ്യകളെ മോചിപ്പിക്കാൻ. ഈ പഞ്ചാബിലെ പഞ്ചാബികളുടെ എന്ന് പറയുമ്പം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രമാണല്ലോ പശ്ചിമ പഞ്ചാബ് എന്ന് പറയുന്നത്. അവിടെ ആകപ്പാടെ ഇത്രയുള്ള പഞ്ചാബ് മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ, അല്ലേ? ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ അവര് വേറെ വേണമെന്ന് പറയുന്നു. മുകളിൽ ഖൈബർ പഖ്തൂൺ അവര് വേറെ വേണമെന്ന് പറയുന്നു. താഴെ സിന്ധ് അവര് വേറെ വേണമെന്ന് പറയുന്നു. ഇപ്പുറത്ത് പാക് അധീന കശ്മീർ. 4 സൈഡ് ഉണ്ട്. ഇന്നിങ്ങനെ 1, 2, 3, 4 കൃത്യമായിട്ട് ഈ 4 സൈഡിലുള്ള 4 പ്രവിശ്യകളും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പ്രവിശ്യകളിലെ നേതാക്കന്മാരും ഒന്നിച്ചു ചേർന്ന് അവർ ഈ യോഗത്തിൽ പറയുകയാണ്, ഇനി പഞ്ചാബ് ഞങ്ങളെ ഭരിക്കേണ്ട. പാകിസ്ഥാനിലെ പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബ് ഞങ്ങളെ ഭരിക്കേണ്ട. അപ്പൊ ഇതിന് ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ഗറില്ല വാർഫെയർ ആണ് എന്ന് പറയുന്നു. പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രരാകാൻ ഈ എല്ലാ സമുദായങ്ങളും ഒടുവിൽ തീരുമാനിച്ചതായി POK നേതാവ് അംജദ് അയൂബ് മിർസയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഗറില്ല വാർഫെയർ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ യുദ്ധമുറയ്ക്ക് മുന്നിൽ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മിർസ പറയുന്നു. അത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കുറച്ച് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇവരുടെ യുവാക്കളെ, ഈ പ്രവിശ്യയിലുള്ള യുവാക്കളെ ഉണ്ടല്ലേ, ഇവരെല്ലാവരെയും ഈ മദ്രസകളിലൂടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി തീവ്രവാദത്തിലേക്ക് ഈ പഞ്ചാബിലുള്ളവന്മാർ അയക്കുന്നു. അതായത് ഇവരുടെ പ്രവിശ്യയിലുള്ള യുവാക്കളെയും ആൾക്കാരെയെല്ലാം ഇവർ സംരക്ഷിച്ചിട്ട് ഈ ബലൂചിസ്ഥാനിലെയും ഈ പാക് അധീന കശ്മീരിലെയും ഖൈബർ പഖ്തൂണിലെയും യുവാക്കളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി തീവ്രവാദികളാക്കും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരു റിപ്പോർട്ട് നമ്മൾ വായിച്ചാണല്ലോ. അതായത് ഈ പാക് അധീന കശ്മീരിൽ നിന്നും തീവ്രവാദികളെല്ലാം കൂടെ പലായനം ചെയ്തുകൊണ്ട് നേരെ ഖൈബർ പഖ്തൂണിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കൊടുത്തതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും പാക് അധീന കശ്മീരിൽ തീവ്രവാദികളുണ്ട്, അവർ ഖൈബർ പഖ്തൂണിലും ഉണ്ട്. എന്നാൽ ഇവര് യഥാർത്ഥത്തിലുള്ള കറാച്ചിയിലേക്കോ ഇസ്ലാമാബാദിലോ ഇവരുടെ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതായിട്ട് നമുക്ക് അറിവില്ല. ഈ 2 സ്ഥലങ്ങളിലൊക്കെ, പിന്നെ ബലൂചിസ്ഥാനിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 1977-88 ഭരണകാലത്ത് ഖൈബർ പഖ്തൂൺ കീഴിൽ 97 മദ്രസകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അവിടെ എത്ര മദ്രസ ഉണ്ടെന്ന് അറിയാമോ? ഏകദേശം 15,000-ലധികം മദ്രസകൾ അവിടെ വർദ്ധിച്ചു. അവയിൽ മിക്കതിനും 1-2 ക്ലാസ് മുറികളുണ്ട്. അവിടെ തീവ്രവാദമാണ് വിദ്യാഭ്യാസമായി നൽകുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് തീവ്രവാദം അങ്ങനെ കൊടുക്കേണ്ടതില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. സമാനമായ രീതിയിൽ ഇന്നലെ ഖൈബർ പഖ്തൂൺഖയിൽ ഒരു മതപണ്ഡിതൻ പറയുന്ന ഒരു വാർത്ത നമ്മൾ വിട്ടല്ലോ. അയാൾ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയുടെ കൂടെയാണ്, കാരണം ഞങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഇതിനിടയിൽ വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, ഈ TLP തെഹ്രീക്കെ ലബായിക് എന്ന് പറയുന്ന ആ പാർട്ടി ഇവിടെ പാകിസ്ഥാനിൽ കലാപം ഉണ്ടാക്കുന്നത് ഫലസ്തീനെ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ്. അതായത് ഗാസ ഇസ്രായേൽ കരാറിൽ പാകിസ്ഥാൻ അനുകൂലിച്ചത് കൊണ്ടാണ്. ഇതേ പാകിസ്ഥാൻ ഇപ്പൊ ഹമാസിനെ കൊന്നൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് വലിയൊരു കോമഡിയാണ്. ട്രംപ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് സമാധാന സേനയിൽ ചേരും, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. 10,000 സൈനികരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി യുദ്ധം ഹമാസും പാകിസ്ഥാനും തമ്മിലാണ് എന്നുള്ള വേറൊരു ആംഗിൾ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വശം ബിജുചേട്ടൻ ഒന്ന് പറഞ്ഞു തരണം, എന്ത് തോന്നുന്നു? അവസാനം പറഞ്ഞപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ഞാനത് കണ്ടിരുന്ന വാർത്ത. അതായത് US-ഉം എന്നിട്ട് ഇവരത് ഓപ്പണായിട്ട് പറഞ്ഞു. അതായത് നമ്മൾ ഇവന്മാര് മണ്ടന്മാരെ, ഇവന്മാരത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഇവരെ പറഞ്ഞു ഇസ്രായേലും US-ഉം ഞങ്ങളെ സഹായിക്കാം, സാമ്പത്തികമായിട്ട് സഹായിക്കാന്ന് പറഞ്ഞു. അവിടെ സമാധാന സേന. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗസയിൽ പോയിട്ട് ഇസ്രായേൽ സേനയെ തടുത്തു നിർത്താനോ അല്ലെങ്കിൽ ഹമാസുകാർക്കെതിരെ ഒന്നും ചെയ്യരുതെന്ന് പറയാനോ ഈ 10,000 പേര് പോയിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ പാക് സേന പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഇസ്രായേലാണ്. അതായത് അവർ ശരിക്കും ചെയ്യുന്നത്, ട്രംപൊക്കെ ചെയ്യുന്നത് ഇവന്മാരെ വിളിച്ചോണ്ട് പോയിട്ട് ഹമാസുകാരെ കൊന്നൊടുക്കുക, ഇല്ലെങ്കിൽ ഈ അതേ കണക്കുള്ള ടീംസിനെ കൊല്ലുക എന്നുള്ളത്. പക്ഷെ ഇതിനെതിരെ ഇപ്പം ഇറാനും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ചില രാജ്യങ്ങളൊക്കെ ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്, അത് അങ്ങനെ ചെയ്യരുത്, പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ എർദോഗനെ അവിടെ അടുപ്പിക്കത്തിൽ ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു വശത്ത് നിൽക്കുന്നു.
നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ പല ഭാഗങ്ങളായി ചിതറും, നാലായി വിഭജിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് ഏതാണ്ട് ശരിയായി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആളുകൾ പറയും നിങ്ങൾ ഈ പറയുന്നൊന്നും സംഭവിക്കുന്നില്ല വെച്ചാൽ ഇന്ന് പറഞ്ഞാൽ നാളെ സംഭവിക്കാനുള്ള ഇത് മിഷനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പൊ അത് ഒരു രൂപപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അങ്ങനെ അണിയറയിൽ അതിന്റെ നീക്കം നടക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു പരസ്യമായിട്ടുള്ള അതിന്റെ ഫോം ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ സിന്ധു നദീജല കരാറ് റദ്ദാക്കിയത്? അദ്ദേഹം അതിന് പറഞ്ഞൊരു കാര്യം, വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകണ്ട എന്ന് പറഞ്ഞത്? ഈ പഞ്ചാബ് പ്രവിശ്യയിലുള്ള യുവാക്കളെയാണ് ഈ പറയുന്ന തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തിട്ട് ഇവരെ കൊണ്ടുവന്ന് കാശ്മീരിലും മറ്റും കൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഈ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജനങ്ങൾക്ക്, പഞ്ചാബിലാണ് വലിയ രീതിയിൽ തന്നെ മദ്രസകളും ഭീകര കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ വ്യോമസേന പോയി കുറെ കേന്ദ്രങ്ങളൊക്കെ തകർത്തിരുന്നത്. അപ്പം ഇവരെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങളുടെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി കൊല്ലുന്നു. അതിന് അപ്പുറത്തുള്ള ഇസ്ലാമാബാദിൽ നിന്ന് ആരും പോകുന്നില്ല, ഇല്ലെങ്കിൽ കറാച്ചിയിൽ നിന്ന് ആരും പോകുന്നില്ല. ഇത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കിയാണ് പാകിസ്ഥാൻ. കാരണം ഇത് പണ്ട് തൊട്ടേ ഉള്ളത്. പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷം ഈ ബലൂചിസ്ഥാൻ സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് ഇങ്ങനെ പോയൊരു ഭാഗം തന്നെയാണല്ലോ ഇത് മുഴുവൻ എന്ന് പറയുന്നത്. അപ്പൊ അവരും ഈ ഇതിനോട് ചേരാതെ നിന്ന് അഫ്ഗാനിസ്ഥാനെ ബലൂചിസ്ഥാനെ ചതിയിലൂടെയാണല്ലോ ഇത് ചേർത്തത് 48-ല്. അതിനകത്തുള്ള അവരുടെ വൈരാഗ്യവും പാക് അധിനിവേശ കാശ്മീരുകാര് ഇപ്പോഴനുഭവിക്കുന്ന ഒരു തിക്തതയുണ്ട് അവിടെയും അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ രണ്ടാം കിട പൗരന്മാരായിട്ട് 4 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഖൈബർ പഖ്തൂൺ മേഖലയിലുള്ള ആളുകൾ, 2 ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആളുകൾ, 3 പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലുള്ള ആളുകൾ, 4 ഈ പറയുന്ന പാക് അധിനിവേശ കാശ്മീരിലുള്ള ആളുകൾ. അതായത് ഒരു രാജ്യത്തിനകത്ത് 2 തരം പൗരന്മാർ. നമുക്കറിയാം ഈ കറാച്ചി അടക്കം ഇസ്ലാമാബാദിലടക്കം ഉള്ളവരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയതാണ് പാകിസ്ഥാൻ. അവരുടെ കയ്യിലാണ് ഈ പാവങ്ങൾ പഞ്ചാബിലൊക്കെ ഉള്ള കർഷകർ, ഈ പാക് പഞ്ചാബിലൊക്കെ ഉള്ള കർഷകർ വിളവെടുക്കുന്നതിന്റെ പൈസയും കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നതും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു വിഭാഗമാണ്. അപ്പൊ ആ ഒരു വലിയ വിഭാഗീയത അവിടെ പണ്ട് തൊട്ടേ ഉണ്ട്. അത് സൈന്യത്തിലുമുണ്ട്, അല്ലാതെയുമുണ്ട്. അതാണ് ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് വന്നിരിക്കുന്നത്. കാരണം മുമ്പ് ഈ അവിടുത്തെ സർദാരിയുടെ മകൾ, പ്രസിഡന്റിന്റെ മകൾ വാഹനത്തിൽ വന്നപ്പോൾ അവിടെ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകളടക്കം അവർക്ക് നേരെ കല്ലെറിയുന്നൊരു വാർത്ത വന്നിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ഈ സിന്ധു നദീജലം വരുന്നത് ഇപ്പോഴല്ല, നിർത്തുന്നതിന് മുമ്പ് ആ ജലത്തെ വേറൊരു വഴിക്കോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കനാല് പണിതു. അത് ഇസ്ലാമാബാദിലേക്ക് അടക്കം ആ വെള്ളം കൊണ്ടുപോകാനൊരു ശ്രമം നടത്തിയപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ തടഞ്ഞത്. ഈ വെള്ളമാണ് ഇവരുടെ കൃഷിയും എല്ലാം ഉള്ളത്. അവിടെ അത് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ആയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ആ കനാൽ സൃഷ്ടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് അവരതിൽ തടയുകയും വലിയ പ്രതിഷേധം അതിന്റെ പേര് ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ പിന്നെ വെള്ളത്തിന്റെ പേര് വലിയ തർക്കത്തിന്റെ സാധ്യത ഇപ്പൊ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ സിന്ധു നദീജല കരാറ് റദ്ദാക്കിയോടെ പിന്നെ കുടിവെള്ളം പോലും കിട്ടാനില്ല. ഇനിയിപ്പോ പിന്നെ ആ ഒരു പ്രശ്നം തീർന്നു കാണുമായിരിക്കും, വെള്ളത്തെ ചൊല്ലിയുള്ള അടി. അപ്പം ഇത് അവിടെ കിടക്കുന്നു പാക് അധിനിവേശ. അപ്പൊ എല്ലായിടത്തും വിഷയങ്ങളുണ്ട്. അവരിപ്പോൾ സംയുക്തമായിട്ട് ഒരു ഐക്യവേദി രൂപീകരിച്ചിരിക്കുന്നു. അതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവരിപ്പോൾ സംയുക്തമായ ഒരു ഐക്യവേദി രൂപീകരിച്ചിരിക്കുന്നു. അവര് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയും. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ധനുഷത്തിൽ ചിരിച്ചു തള്ളിയെങ്കിലും അത്ര നിസ്സാരമല്ലത്. ഈ ഗറില്ല യുദ്ധത്തിൽ ഈ ചൈനയും അമേരിക്കയും റഷ്യയും ഒക്കെ ഞങ്ങൾ ഇത് ഭയക്കുന്നില്ലെന്നാണ്. 20 വർഷമാണ് ധനുഷ അഫ്ഗാനിസ്ഥാനിലെ അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ടും താലിബാനുമായിട്ട് അമേരിക്ക കടന്ന് പയറ്റിയത്. അതായത് ഘടാഘടിയന്മാരായ അമേരിക്കക്ക് 20 വർഷം വന്നിട്ടും അവർക്ക് പലയിടത്തുനിന്നും അവരെ ഒഴിപ്പിക്കാനോ ഇല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കാനോ കഴിഞ്ഞില്ല. ഒടുവിൽ കട്ടയം പടവും മുടക്കി അമേരിക്ക പോയ ചരിത്രമുണ്ട് ഇവർക്ക്. കാരണം അവരുടെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, സ്വയം ചാവേറുകളാകാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയുള്ളിടത്ത്, അതായത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ റെയ്ഡിനും മറ്റും പോകുന്ന ഈ അമേരിക്കൻ ടാങ്കുകളും മറ്റുമൊക്കെ നീങ്ങുമ്പോൾ ഈ വഴിയിൽ നിൽക്കുന്ന സാധാരണപ്പെട്ടവരെ കണക്ക് തോന്നും, ആയുധങ്ങളൊന്നുമില്ല, സാധാരണപ്പെട്ടവരെ കണക്ക് തോന്നും. അപ്പൊ വിചാരിക്കും സാധാരണ ഗ്രാമീണനാണ്. ഈ ടാങ്ക് അടുത്ത് വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഇവര്. അപ്പം അങ്ങനെയുള്ള രാജ്യത്തെ അതിനു മുമ്പ് റഷ്യയെ കെട്ടുകെട്ടിച്ചതും ഇതേപോലത്തെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുണ്ടായിരുന്നു. റഷ്യ ആയിരുന്നല്ലോ അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. അതാണ് ഇവർ ഈ അമേരിക്ക റഷ്യ എന്ന് അവർ പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പം ഈ രീതിയിലായിരുന്നു. അപ്പൊ അവരെ ഇത്രയും നാള് ഇട്ട് വെള്ളം കുടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ എന്നിട്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ മക്കൾ അമേരിക്ക അടക്കമുള്ള വൻകിട രാജ്യങ്ങളുടെ വലിയ ആയുധങ്ങൾ ഉണ്ടായിട്ടും ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺ മേഖലയിലും അവർക്കൊരു അവിടുത്തെ ഈ പോരാളികളുടെ പോരാട്ട വീര്യത്തെ തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ത്യ നേരെ മറിച്ച് ഈ കാശ്മീരിൽ അവിടെ ഇവിടെ പൊട്ടിക്കുന്ന 1-2 തീവ്രവാദികളെ ഉള്ളൂ. അവരെ ഇന്ത്യൻ സേന അപ്പോൾ തീർത്തു കൊടുക്കുന്നുമുണ്ട്. അതുപോലെയല്ല അവിടുത്തെ അവസ്ഥ. അപ്പം അവര് ഒരു ചെറിയ ടീംസ് അല്ല എന്ന് നമുക്ക് പറയാം. അവരുടെ
ജഫറിനൊക്കെ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സൈന്യമാണ് അവരുടെ പാകിസ്ഥാന്റെ, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളവരെ തമാശയ്ക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു സൈന്യമാണ്. പ്രത്യേകിച്ച് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തട്ടിച്ചു നോക്കുമ്പോൾ അവർ സുസജ്ജമായ ഒരു സൈന്യമാണ് പാകിസ്ഥാൻ, ഒരു രാജ്യത്തിന്റെ സൈന്യമാണ്. അപ്പോൾ അവരുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ നിന്നാണ് ഈ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോവുക, അതിനകത്തുള്ള പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുക, പട്ടാളക്കാരെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലുക, ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഐക്യവേദി രൂപീകരിച്ചത് മുൻപോട്ട് വന്നതെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഇവരുടെ കളം ശരിയായിരിക്കുന്നു, അല്ലെ ശരിയായി വരുന്നു എന്നതിന്റെ സൂചനയാണ്. കാരണം ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ ഏത് നിമിഷവും ആക്രമിക്കും പാകിസ്ഥാനെ. കാരണം അത് ഇപ്പോൾ ഈ ഇന്റർനാഷണൽ മീഡിയാസ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇനി തുറന്ന യുദ്ധത്തിലേക്കെന്നാണ് അവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അൽ ജസീറ കഴിഞ്ഞ ദിവസം ഈ ചർച്ച പൊളിഞ്ഞപ്പോൾ അവർ കൊടുത്ത ഹെഡിങ് ചർച്ച പൊളിഞ്ഞു, ഇനി തുറന്ന യുദ്ധത്തിലേക്കെന്നാണ് അവർ കൊടുത്തിരുന്നത്. അവർ ആലങ്കാരികമായിട്ടാണ് അത് കൊടുത്തതെങ്കിൽ പോലും അതിനൊരു സാധ്യതയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാധ്യത ഇന്ത്യ ആണെങ്കിൽ ഈ ഭാഗത്ത് സൈന്യത്തെ അണിനിരത്തിക്കൊണ്ട് ഏത് നിമിഷവും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, ചൈന ന്യൂട്രലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അവിടുത്തെ സ്വന്തം ആഭ്യന്തര പ്രശ്നം കൂടി രൂക്ഷമാകുന്ന ഒരു പാകിസ്ഥാനെ നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പ് ആരോ പ്രവചിച്ചിരുന്നു പാകിസ്ഥാൻ നശിക്കുന്നത് അവരുടെ ആഭ്യന്തര കലാപത്തിലൂടെ ആയിരിക്കുമെന്ന്. കാരണം അതിനും മാത്രം ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കിയിട്ടുണ്ട് ഇവര്. അതായത് ഗോത്രവർഗ്ഗങ്ങളെ ആയാലും മതപരമായി തന്നെയാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിടുത്തത്തിലാണ് ഈ പാകിസ്ഥാൻ ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല അവിടെ ഉള്ളത്, അനവധി മറ്റുള്ള മത സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഈ പ്രതിഷേധം ശക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് TLP ഉണ്ടാകുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് തെഹ്രിക്കെ താലിബാൻ ഉണ്ടായത്, അതിന്റെ ഭാഗമായിട്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, സിന്ധ് പ്രവിശ്യയിലെ സിന്ധ് ലിബറേഷൻ ആർമി, ഇവരെല്ലാം ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. നമ്മളെ രണ്ടാം കിട പൗരന്മാരായി കാണുന്നു എന്ന രീതിയിലാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. ഇന്ത്യയിൽ ആകെ ഉണ്ടാകുന്ന രണ്ട് വിഭാഗം നരിച്ചീറുകളാണ്. ഒന്ന് ഈ പറയുന്ന നമ്മുടെ ഇസ്ലാമിക ടെററിസ്റ്റുകളും, ഒപ്പം തന്നെ ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളും, നക്സലുകൾ. ആ നക്സലുകളെ നമ്മളിപ്പോൾ തീർത്തു. 2026 ജനുവരി 31 ആകുമ്പോഴത്തേനും ഇന്ത്യയിൽ പിന്നെ നക്സലിസം ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒറ്റയും പെട്ടയും തിരിഞ്ഞു വരുന്ന ഈ തീവ്രവാദികളെയും അവരുടെ സ്ലീപ്പർ സെല്ലുകളെ മാത്രം നമുക്ക് ഒതുക്കിയാൽ മതി. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഇവിടെ രണ്ട് വിഭാഗം ജനങ്ങളാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. രണ്ട് വിഭാഗം, ഇത് ജാതീയ മതമൊന്നും അല്ല. ഒരു കൂട്ടർക്ക് ഒന്നുമില്ല. ഈ പാക് അധിനിവേശ കാശ്മീരില് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അവർക്കില്ല. പവർ കട്ടാണ് 14 മണിക്കൂർ 15 മണിക്കൂർ. ഒപ്പം തന്നെ വലിയ ബില്ലാണ്, കറണ്ട് ബില്ല് അടിച്ചു കൊടുക്കുന്നത് അവർക്ക് പാക് അധിനിവേശ കാശ്മീരിൽ. ഇസ്ലാമാബാദിലും മറ്റും അടക്കമുള്ളിടത്തെ ജനം അത്യാവശ്യം വിലയ്ക്ക് സാധനം വാങ്ങുമ്പോൾ ബാക്കിയുള്ളിടത്ത് ഈ വിലയ്ക്കല്ല സാധനം കിട്ടുന്നത്. പഞ്ചാബിൽ നിന്ന് കൃഷി ചെയ്തുകൊണ്ട് പോകുന്ന സാധനം തന്നെ ഇവർക്ക് വലിയ വിലയ്ക്കാണ് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അതിന് പാക് അധിനിവേശ കാശ്മീരിൽ സമരം നടത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ചൈനയിൽ നിന്നാണല്ലോ ഈ കാരക്കോറം ഹൈവേ വഴി ഈ പാക് അധിനിവേശ കാശ്മീരിലൂടെ ആണല്ലോ നിങ്ങൾ ഈ പാൽപ്പൊടിയും പാലുൽപ്പന്നങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ എങ്ങോട്ടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പോകുന്ന വഴി ഞങ്ങളുടെയാണ്, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളത് വിൽക്കുന്ന എത്ര രൂപയ്ക്കാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ വൈകാരിക പ്രശ്നമാണ്. അപ്പം അവരുടെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സമരം പോലെയോ സംഘർഷം പോലെയോ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന അവിടെ ഇവിടെ നടക്കുന്ന ചില കലാപം പോലെ നമുക്ക് കാണാൻ കഴിയില്ല. അടിച്ചമർത്തപ്പെട്ടൊരു ജനത്തിന്റെ ഒരു അവസാന പോരാട്ടമാണ്, ഒരു പോരാളികളുടെ ഒരു അവസാന പോരാട്ടമാണ് ഇത് നടക്കുന്നത്. അപ്പൊ അത് ആഭ്യന്തര സംഘർഷങ്ങളെ കലുഷിതമാകുകയാണ് പാകിസ്ഥാൻ. ഈ അവസരത്തിൽ തന്നെയാണ് രണ്ട് വമ്പൻ രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഇടവും വലവും നിൽക്കുന്നത്, ഏത് നിമിഷവും തലക്കെട്ട് അടിക്കാനായിട്ട്. ഈ ഒരു നല്ല സാധ്യതയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സിന്ധ്, പഞ്ചാബ് സിന്ധ്, POK, ഖൈബർ പഖ്തൂൺ, ബലൂചിസ്ഥാനിലെ പോരാളികൾ ഉപയോഗപ്പെടുത്തുന്നത്. നല്ല സമയമാണ് അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആഭ്യന്തരമായി അസ്ഥിരപ്പെടുത്തുക. പാകിസ്ഥാന്റെ ലീഡേഴ്സ് ഒക്കെ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? അവർക്ക് അങ്ങനെ ഒന്നുമില്ല, അവർക്ക് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം ഒരു ആഗ്രഹമാണ്. ഇല്ല എങ്കിൽ ഈ ഹമാസിന്റെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവമാരെ തന്നെ വിളിച്ചുകൊണ്ട് പോകും, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് പോകാനായിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഏതായാലും സമാധാനത്തിനൊക്കെ പാകിസ്ഥാൻ സേന അവിടെ പോയിട്ട് ഇസ്രായേലിനെയൊക്കെ തടുത്തു നിർത്തി ഇവരെയൊക്കെ സമാധാനം സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢിത്തമാണ്. കൊച്ചു കുട്ടികൾ പോലും അത് വിശ്വസിക്കാവുന്നില്ല. ഏതായാലും നമ്മുടെ കേരളത്തിലെ സുടുക്കളുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് ഞാൻ വളരെ ആശങ്കാകുലനാകുന്നത്. കാരണം അവർ ഇത്രയും നാള് പാലസ്തീനും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പാകിസ്ഥാൻ നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് സിന്ദൂർ സമയത്തൊക്കെ പാകിസ്ഥാൻ കനത്ത പരാജയം ഏറ്റുവാങ്ങുമ്പോൾ അടക്കി പിടിച്ച് തേങ്ങലുകളുമായിട്ട് നടന്നവര് ഇപ്പം സ്വന്തം ഹമാസിന്റെ, ഇവരുടെ ഭാഷയെ പറഞ്ഞ പോരാളികൾ, ഹമാസ് പോരാളികളെ കൊല്ലാനായിട്ട് നമ്മളുടെ സ്വന്തം പാകിസ്ഥാൻ തന്നെ പോവുകയാണ്, അവരെ കൊണ്ട് കൊല്ലിക്കുകയാണ്. കാരണം അമേരിക്കയാണ് ആള്, കാരണം അവര് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുതലാക്കിക്കൊണ്ടേ പോകത്തുള്ളൂ. അവര് ആ രീതിയിലേക്ക് ഇവരെ കൊണ്ട് തന്നെ
അത് ചെയ്യിക്കുന്നു എന്നുള്ളത്. ഇതിപ്പം പാകിസ്ഥാൻ ഇത് പുത്തിരിയല്ല. സിയാ ഉൽ ഹക്കിന്റെ കാലത്ത് ഇവര് ഈജിപ്തിലടക്കം സമാധാന സേനയ്ക്ക് പോയിട്ട് എത്ര പേരെ ഇവര് കൊന്നൊടുക്കിയിട്ടുണ്ട്. അത് ഈ കൊന്നൊടുക്കിയതൊക്കെ ആരെയായിരുന്നു? അപ്പം ഇവർ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇവർക്ക് അങ്ങനെ ഒരു അന്ധമായ മതസ്നേഹമൊന്നുമില്ല. പക്ഷെ അവർക്ക് നിലനിൽക്കണമെങ്കിൽ മതം പറഞ്ഞേ പറ്റൂ. അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന തീവ്രവാദി സംഘടനകൾക്ക് മതം പറയാതെ ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. ഐഡിയോളജി ഇല്ല. പോപ്പുലർ ഫ്രണ്ടിന് എന്താ ഐഡിയോളജി ഉള്ളത്? പോപ്പുലർ ഫ്രണ്ടിന് പിന്നെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐഡിയോളജി ഉള്ളവർക്ക് മതം പറഞ്ഞ് രാഷ്ട്രീയം ഉണ്ടാക്കുക, മതം പറഞ്ഞ് തീവ്രവാദം വളർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ അവർക്ക് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ സോഷ്യലിസം ഉണ്ടോ, ഇല്ലെങ്കിൽ മതേതരത്വമുണ്ടോ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. തീവ്രവാദികൾക്കും പാകിസ്ഥാനിൽ നിലനിൽക്കണമെങ്കിൽ മതം പറഞ്ഞേ പറ്റൂ. ഹിന്ദുക്കൾ കാഫറുകളാണ്, അവർ നമ്മളെ അടിക്കുന്നു, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇതാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ അവർ ആക്രമണം നടത്തി. അവിടെ പാകിസ്ഥാനിലെ ആഭ്യന്തര അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയും ഇന്നിപ്പോൾ നമ്മൾ നടത്തുന്ന ചർച്ചയും ലിങ്ക് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. രാജ്നാഥ് സിംഗ് എന്താണ് പറഞ്ഞത്? അതിർത്തി കടന്ന് ഏത് നിമിഷവും സംഘർഷം ഉണ്ടാകും. പാക് അധിനിവേശ കാശ്മീരും ഇപ്പോൾ കലാപത്തിന് ഒരുങ്ങുകയാണ്. അവരുടെ നേതാവാണ് കുറച്ചു മുമ്പ് പറഞ്ഞത് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതായത് ഒരു ആഭ്യന്തര ലഹള പാകിസ്ഥാനിൽ ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ആഭ്യന്തര ലഹള അടിച്ചമർത്തുക ആയിരിക്കത്തില്ല. അതിന് പകരം ഇന്ത്യക്ക് നേരെ ചൊറിയാൻ വരും. കാരണം ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനമെല്ലാം കൂടെ സൈലന്റ് ആകുമെന്ന് പാകിസ്ഥാൻ നന്നായി അറിയാം. ഇതേ പണി തന്നെയാണ്, ഇതേ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ബംഗ്ലാദേശിലും. അവരും യൂനസിനോട് ഈ തന്ത്രം തന്നെയാണ് പറയുന്നത്. യൂനസിന്റെ കസേര കിടക്കുന്ന യൂനസ് അതിർത്തിയിൽ വന്നിട്ട് വിമാനത്താവളം പണിയുന്നു, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇവർക്ക് അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഏത് നിമിഷവും ഉണ്ടാകാം. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായാൽ ഇന്ത്യക്ക് കിടക്കപ്രതി കാണത്തില്ല, നമ്മൾ ഇറങ്ങണം. അഫ്ഗാനിസ്ഥാൻ കയറി അടിച്ചാൽ നമ്മൾ ഇറങ്ങണം. ഇനി ഇതൊന്നും ഇല്ലാത്ത ശാന്തമായിരിക്കുമ്പോ ഈ പാകിസ്ഥാൻ നമ്മളെ ചൊറിയാൻ വരും, അപ്പോഴും നമ്മൾ ഇറങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി അങ്ങനെ എപ്പോഴും ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. ഇനി നടക്കുകയാണെങ്കിൽ തീർത്തങ്ങ് തരും. അതോടുകൂടി നിങ്ങളുടെ ഒരു കാര്യത്തിൽ തീരുമാനമാകും. കാരണം എപ്പോഴും ഈ ഒരു രാജ്യത്തിന് ഫൈറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് വികസനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താകും അവസ്ഥ? ഇതേ സമയത്ത് തന്നെ കിഴക്ക് വശവും പ്രശ്നം ഉണ്ടാകും, ബംഗ്ലാദേശിലും ഉണ്ടാകും. അവന്മാരും അടങ്ങിയിരിക്കത്തില്ല. ആ കൂട്ടത്തിൽ അവന്മാർക്കും ഇട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് കുറച്ച് നാളത്തേക്ക്, ഉള്ള കാലമൊന്നും ഞാൻ പറയില്ല, കുറച്ച് നാളത്തേക്ക് ഒരു ശാന്തത കിട്ടും.